ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു അറിവിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മൊബൈൽ എങ്ങനെ റീചാർജ് ചെയ്യാം. സൗദി നെറ്റ്വർക്കിൻ്റെ കീഴിലുള്ള ഏത് സിമ്മാണെങ്കിലും നമുക്ക് ഓൺലൈനിലൂടെ റീചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അൽഡാജി ആപ്ലിക്കേഷനിൽ ഉപയോഗിച്ച് എങ്ങനെ റീചാർജ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. പല കൂട്ടുകാർക്കും അറിയുന്നതായിരിക്കും, എന്നാൽ അറിയാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നിങ്ങൾ അൽഡാജി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ശേഷം ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യുക. ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് OTP വരും, അത് അലോ ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ നമ്മുടെ അൽഡാജി ആപ്ലിക്കേഷനിൽ എൻ്റർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൊബൈൽ റീചാർജ് ചെയ്യാനാണ് പോകുന്നത്. അതിനായി ഏറ്റവും താഴെ കാണുന്ന മാർക്കറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് ഓപ്പണായി വരും. നമ്മൾ സിം റീചാർജ് ചെയ്യാനാണ് പോകുന്നത്. അതിനായി ടെലികോം പ്രൊഡക്റ്റ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് ഓപ്പണായി വരുന്നതാണ്. നിങ്ങൾ റീചാർജ് ചെയ്യേണ്ട സിമ്മിൻ്റെ കമ്പനി ഏതാണോ അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ സൗദി ടെലികോം കമ്പനി എന്നുള്ള ഏറ്റവും മുകളിലത്തെ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങളുടെ പാക്കേജ് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് 20 റിയാൽ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 17.39 സൗദി റിയാലാണ് നിങ്ങൾക്ക് റീചാർജായി കിട്ടുക. അതുപോലെ 20 റിയാലാണ് നിങ്ങൾക്ക് റീചാർജ് ചെയ്യണമെങ്കിൽ 23 റിയാൽ നിങ്ങൾക്ക് റീചാർജ് എമൗണ്ട് ആയിട്ട് അവർ ഈടാക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ആവശ്യം അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 30 റിയാലാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് 34.50 സൗദി റിയാൽ ഇതിന്ന് കട്ടാവുന്നതാണ്. നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അവർ കട്ട് ചെയ്യുന്നതാണ്. ഞാനിവിടെ 30 റിയാൽ സെലക്ട് ചെയ്തു. ഇവിടെയായി നിങ്ങളുടെ റീചാർജ് ചെയ്യേണ്ട നമ്പർ ഏതാണോ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളിവിടെ നമ്പർ കൊടുക്കുന്ന സമയത്ത് 0 ഒഴിവാക്കിയിട്ട് വേണം കൊടുക്കാൻ. ഇപ്പോൾ 0 വരെ സെലക്ട് ആകുന്നില്ല. 0 അടിക്കുമ്പോൾ സെലക്ട് ആകുന്നില്ല. ഞാനിവിടെ 0 ഒഴിവാക്കിയപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് റെഡ് മാർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 0 ആവശ്യമില്ലാതെ ഒഴിവാക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങളുടെ അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 30 റിയാലാണ് നമ്മൾ റീചാർജ് ചെയ്യാൻ പോകുന്നത്. താഴെ വാറ്റ് എമൗണ്ട് കാണാൻ സാധിക്കും. അതിന് താഴെ ടോട്ടൽ എമൗണ്ട് 34.5 സൗദി റിയാലാണ് ഇവിടെ കാണുന്നത്. താഴെ മൊബൈൽ നമ്പറും കാണാൻ സാധിക്കും. നമ്മുടെ കറൻറ്റ് അക്കൗണ്ടും ഇവിടെ കാണുന്നുണ്ട്. എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കൺഫേം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP എൻ്റർ ചെയ്ത് അലോ കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് ഓപ്പണായി വരുന്നത് കാണാം. നമ്മൾ റീചാർജ് സക്സസ്ഫുള്ളായി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് കണ്ടിന്യൂ ഷോപ്പിംഗ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ മൊബൈൽ റീചാർജ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഗോ ടു ഡാഷ്ബോർഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഇനി നമുക്ക് നമ്മുടെ അക്കൗണ്ടിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റീചാർജ് ചെയ്ത ആ ഒരു ഹിസ്റ്ററി ഇവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും ബാലൻസ് 30.04 സൗദി റിയാലാണ്. 04 സൗദി റിയാൽ ആദ്യമുള്ളതാണ്. 30 റിയാലാണ് നമ്മളിവിടെ റീചാർജ് ചെയ്തത്. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ. ഈ രീതിയിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ അൽഡാജി ആപ്ലിക്കേഷനിൽ നിന്നുകൊണ്ട് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് മൊബൈൽ റീചാർജ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി അറിയിക്കുക. അതുപോലെ തന്നെ ഇത് അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോകൾക്കായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിലും നല്ലൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.